എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കാനഡയിലെ വിശേഷങ്ങളെക്കുറിച്ചാണ്. കുടിയേറ്റം നിയന്ത്രിക്കാൻ നിരവധി നടപടികൾ സ്വീകരിച്ചു വരികയാണ് കാനഡ. ഇന്ത്യ അടക്കം 14 രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്റ്റുഡൻറ് ഡയറക്ടർ സ്ട്രീം പരിപാടി നവംബർ 8 മുതൽ കാനഡ നിർത്തലാക്കിയിരുന്നു. എന്നാൽ ബദൽ അപേക്ഷാ മാർഗങ്ങൾ തുറന്നു കിടപ്പുണ്ട്. അതിലേക്ക് വെളിച്ചം വീശുന്ന വിശദാംശങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. സ്റ്റുഡൻറ് ഡയറക്ടർ സ്ട്രീം പരിപാടി കാനഡ അവസാനിപ്പിക്കുന്നത് വിദ്യാർത്ഥികളെ എങ്ങനെ ബാധിക്കും എന്ന് നോക്കാം. വിദ്യാർത്ഥി വിസ അപേക്ഷയിൽ നടപടികൾ വേഗത്തിൽ മുന്നോട്ട് നീങ്ങാൻ SDS പദ്ധതി ഉപകാരമായിരുന്നു. ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ സെക്കൻഡറിക്ക് ശേഷമുള്ള അഡ്മിഷനു വേണ്ടി 2018 തുടങ്ങിയതാണ് ഈ പ്രോഗ്രാം. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നതിന് സർക്കാർ അംഗീകരിച്ച കോളേജുകളാണ് DLI. മുൻകൂറായി ഒരു വർഷത്തെ ട്യൂഷൻ ഫീസ് $20,635 ഗ്യാരണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് എന്നിവ നൽകേണ്ടത് നിർബന്ധമായിരുന്നു. ഈ പരിപാടി ഇല്ലാതായെങ്കിൽ കൂടി വിദ്യാർത്ഥികൾക്ക് അവരുടെ വിസ സാധ്യതകൾ ഗണ്യമായി നഷ്ടപ്പെടുകയില്ലെന്നാണ് വിദഗ്ധർ കരുതുന്നത്. കാനഡയിൽ വിസയ്ക്ക് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും കഴിയുമോ? തീർച്ചയായും. റെഗുലർ SDS ഇതര അപേക്ഷാ വിഭാഗത്തിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും അപേക്ഷിക്കാം. നിലവിൽ അത് കൂടുതൽ അയവുള്ളതാണ്. ഒരു വർഷത്തെ ട്യൂഷൻ ഫീസ് കുട്ടികൾ ഒന്നിച്ച് അടയ്ക്കേണ്ടതില്ല. 6 മാസത്തേത് മതി. ജീവിത ചെലവിന് മതിയായ ഫണ്ടുണ്ടെന്ന് കാണിക്കുക കൂടി വേണം. ഇതുവരെ ഉണ്ടായിരുന്ന SDS നിബന്ധനകളിൽ വന്ന മാറ്റം വിദ്യാർത്ഥികൾക്ക് കുറെ കൂടി താങ്ങാവുന്നതായി മാറിയിട്ടുണ്ട്. GIC ഇപ്പോഴും ഒരു വഴിയാണെങ്കിൽ കൂടി അത് നിർബന്ധമല്ല. ഒരു വർഷത്തെ മുഴുവൻ ഫീസും അടയ്ക്കാൻ നല്ല അക്കാദമിക് മികവുള്ള പല വിദ്യാർത്ഥികൾക്കും കഴിയുന്നില്ലായിരുന്നു. അതുകൊണ്ട് ജർമ്മനിയിലേക്കും യൂറോപ്പിലേക്കുമൊക്കെ അവർ പോകേണ്ടി വരുന്നു. സാമ്പത്തിക ഞെരുക്കം നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് അത് ആശ്വാസമാണ്. അക്കാദമിക് പശ്ചാത്തലം വെച്ച് കാനഡയിലെ ഒരു പ്രമുഖമായ കോളേജിൽ നിന്ന് ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് നേടാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കണം. പണമടയ്ക്കുമ്പോൾ ആ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന പ്രൊവിൻസിയുടെ സാക്ഷ്യപത്രം ഉൾപ്പെടുത്താനും ശ്രദ്ധിക്കണം. SDS യോഗ്യതയുടെ ഭാഗമായി IELTS മറ്റു ലാംഗ്വേജ് എങ്ങനെ യോഗ്യതയെക്കുറിച്ച് എന്ന് നോക്കാം. ഈ ഇംഗ്ലീഷ് ഭാഷ പരീക്ഷയ്ക്ക് ചുരുങ്ങിയത് യഥാക്രമം 6 ബാൻഡുകളും 60 മാർക്കും വേണമെന്നത് SDS-ൻ്റെ ഒരു നിയമമാണ്. അതേസമയം SDS ഇതര അപേക്ഷാ രീതിയിൽ ഈ നിശ്ചിത സ്കോർ ഇല്ലാത്ത വിദ്യാർത്ഥികൾക്കും വഴികളുണ്ട്. മോഡ്യൂളുകളിൽ മൊത്തത്തിൽ 6 ബാൻഡ് 5.5 ബാൻഡ് സ്കോർ ഉള്ളവർക്കും അപേക്ഷിക്കാം. മെച്ചപ്പെട്ട സ്കോർ തീർച്ചയായും വിദ്യാർത്ഥികളുടെ അപേക്ഷയ്ക്ക് കരുത്തുകൂട്ടും. കാനഡയിൽ സ്വീകാര്യമായ ഏത് ഇംഗ്ലീഷ് ഭാഷാ രേഖയും നല്ല അക്കാദമിക് രേഖകളും വിദ്യാർത്ഥികളുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾ ജാഗ്രത പാലിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് നോക്കാം. ഒരു വർഷത്തെ ഫീസ് മുഴുവൻ ഒന്നിച്ച് അടയ്ക്കേണ്ടതില്ലെങ്കിലും കാനഡയിലെ താമസത്തിന് ആവശ്യമായ സാമ്പത്തിക പിന്തുണ ഉണ്ടെന്ന് കാണിക്കാൻ വിദ്യാർത്ഥിക്ക് കഴിയണം. ആവശ്യമായ ഫണ്ടിൻ്റെ വലിപ്പം ഇപ്പോൾ കുറഞ്ഞത് അപേക്ഷകർക്ക് ആശ്വാസമാണ്. പലർക്കും 6 ലക്ഷം രൂപയോളം മതി. അതേസമയം SDS പ്രകാരം ഇതിൻ്റെ 4 ഇരട്ടി തുക വേണമായിരുന്നു. ശക്തമായ അക്കാദമിക് പശ്ചാത്തലവും ഉന്നത പഠന പദ്ധതിയും വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കണം. വിദ്യാഭ്യാസത്തെ ഗൗരവപൂർവ്വം കാണുകയും കാനഡിയൻ പ്രൊഫഷണൽ വിജയം നേടാൻ പ്രായോഗികമായ വഴി തേടുകയും ചെയ്യുന്ന വിദ്യാർത്ഥികളെയാണ് വിസ ഓഫീസർമാർ നോക്കുന്നത്. ഒരു വർഷം നൽകുന്ന സ്റ്റഡി വിസയുടെ എണ്ണത്തിൽ ഈ വർഷം ആദ്യം കാനഡ പരിധി ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ പരിധി ഉദാരതയോടുള്ളതാണ്. 2027 വരെ പ്രതിവർഷം 3.05 ലക്ഷം സ്റ്റഡി വിസ അനുവദിക്കാനാണ് കാനഡയുടെ പരിപാടി. സ്റ്റഡി പെർമിറ്റ് കോട്ട ശക്തമായൊരു LAO എന്നിവയോടെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് അപേക്ഷിക്കുന്നത് വിദ്യാർത്ഥിക്ക് അപേക്ഷകരുടെ എണ്ണം വളരെ കൂടുതലാണെങ്കിൽ പോലും തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയേറെയാണ്. പ്രൊഫൈൽ ശക്തമാക്കാത്ത വിദ്യാർത്ഥികളാണ് SDS വിഭാഗത്തിൽ തിരസ്കരണം നേരിടുന്നത്. അത് SDS ഇതര രീതിക്കും ബാധകമാണ്. വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസത്തിൽ ഒരു വിടവ് വന്നിട്ടുണ്ടെങ്കിൽ സ്വീകാര്യമായൊരു വിശദീകരണം നൽകാൻ അവർ തയ്യാറായിരിക്കണം. സ്റ്റുഡൻറ് വിസ രീതിയിൽ കാനഡ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിലും സ്റ്റുഡൻറ് വിസയ്ക്കുള്ള വാതിലുകൾ അവർ അടച്ചിട്ടില്ല എന്നാണ് കൺസൾട്ടൻസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാനഡ ഇപ്പോഴും വിദ്യാർത്ഥി സൗഹൃദമായിട്ടുള്ള ഒരു രാജ്യം തന്നെ എന്ന് തന്നെയാണ് അറിയുന്നത്. അതുകൊണ്ട് കാനഡയിലേക്ക് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി പോകുന്ന എല്ലാവർക്കും നല്ലത് ആശംസിക്കുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.